ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് തമ്മിലിടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബോട് ചെയ്യണേ. അപ്പോൾ എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാവൻഡർ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്, ഡെമോ ആയിട്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഡാഷ്ബോർഡ് ആയിരിക്കും കേട്ടോ. അതിൽ മെയിനായിട്ട് നമ്മുടെ ടോട്ടലായിട്ടുള്ള വ്യൂസും അതുപോലെ വാല്യബിൾ ആയിട്ടുള്ള വ്യൂസും വാച്ച് അവേഴ്സും ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 3 വീഡിയോസും അതിൻ്റെ കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും. പിന്നെ ചില അൺറെസ്പോണ്ടഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കമൻസും കാണിക്കും. പിന്നെ കണ്ടൻറ് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടിട്ടുള്ള ലോങ് വീഡിയോസ് വരും. അത് വേണേൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളും കമൻസും വ്യൂസും വാച്ച് അവേഴ്സ് ഇത്ര കയറി അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ ഷോർട്സ് എല്ലാ ഷോർട്സും നമുക്ക് കാണാൻ പറ്റും അവിടെ തന്നെ. അതുപോലെ നമ്മൾ ഏതെങ്കിലും ചാനലായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം കൊളാബ് ചെയ്ത് നോക്കാൻ വേണ്ടി ഈ ഒരു ചാനലിൽ നിന്ന് ലാവൻഡറുമായിട്ടൊന്ന് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലങ്ങനെ കാണുന്നത്. പിന്നെ അടുത്തത് ഓവർവ്യൂ ആയിരുന്നു നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ടോപ്പ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഷോർട്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ റിയൽ ടൈം ലാസ്റ്റ് 2 ഡേയ്സിലെ കാര്യങ്ങളും അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ നമ്മുടെ ടോട്ടൽ വ്യൂസും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 22 വ്യൂസ് മോർ, അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചാനലിൽ കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്. നിങ്ങൾക്ക് പലർക്കും ഈ ചാനൽ അറിയത്തുപോലും ഉണ്ടാവില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കണ്ടോ, അടുത്തത് കണ്ടൻറ്റ്. അതിലിതുപോലെ എൻഗേജ്ഡ് വ്യൂസ്, ലൈക്ക്, സബ്സ്ക്രിപ്ഷന്, വ്യൂസ് അതൊക്കെ കാണിക്കും. അതുപോലെ കണ്ടോ 55.3% സ്വൈപ്പ് ചെയ്ത് പോയവരാണ്. 44.7% മാത്രമാണ് നമ്മുടെ വീഡിയോസ് കാണാൻ നിന്നിട്ടുള്ളൂ. ഈ ചാനലിലല്ല, ലാവൻഡർ എന്ന് പറഞ്ഞ ചാനൽ, അതിൻ്റെ വ്ളോഗ് ചാനലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ അവിടെയും കാണുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് എങ്ങനെയാണ് വീഡിയോസ് കാണുന്നത്, ചാനൽ പേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വേടൻ്റെ വീഡിയോസ് എന്നാണ് വ്യൂസ് കൂടിയെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വേടൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. എന്തായാലും സെർച്ച് ചെയ്യുമ്പോൾ വേടൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കണ്ടൻറ്റിൽ പോയി കഴിയുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള എല്ലാം കൊടുക്കും. താഴത്തെ കുറേ നത്തിങ് ടു ഷോ ഫോർ ഡേറ്റ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കും. അത് നിങ്ങൾക്കും പലതും ഇതുപോലെ ഡേറ്റ ഇല്ല കൊണ്ട് ഷോ ചെയ്യാറില്ല അങ്ങനെ കാണിക്കുന്നുണ്ടാവാം. കണ്ടോ, അത് നമുക്ക് വേണമെങ്കിൽ കണ്ടോ എല്ലാം കാണിക്കുന്നുണ്ട്. ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് എല്ലാം കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഓഡിയൻസ് കണ്ടോ, ഇതുപോലെ കൂടുതലും മൊബൈലിൽ നിന്ന് കാണുന്നവരാണ്, ടാബ്ലറ്റ് അല്ല. പിന്നെ ഏജ്, ജെൻഡർ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഇതിലെന്തായാലും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ, 97%. ബാക്കി 3% സബ്സ്ക്രൈബ് ചെയ്തവരുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. കണ്ടോ, നമ്മുടെ ഈ ഓഡിയൻസ് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസ് അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഡേറ്റ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ട്രെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടൻസും കാര്യങ്ങളും സെർച്ച് ചെയ്യാനും അതിൻ്റെ വീഡിയോസ് നോക്കാനും. അതുപോലെ ഇതുപോലെ ഹേർട്ട് തൊട്ട് കഴിഞ്ഞ് ലവ് ആക്കി കഴിഞ്ഞാൽ കണ്ടോ അതവിടെ സേവ്ഡ് ആവും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള ഇഷ്ടപ്പെട്ട കണ്ടൻസൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ഓഡിയൻസ് അൺറെസ്പോണ്ടഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ കാണാൻ പറ്റും. കണ്ടോ, വ്യൂ ഓൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിൻ ചെയ്യാത്ത എല്ലാ കമൻസും കാണാൻ പറ്റും, അതായത് ഹേർട്ട് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പല വീഡിയോസും കമൻസ് നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് തിരഞ്ഞു പിടിച്ച് കമൻസ് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കമൻസും അവിടെ കാണാം. അപ്പോൾ അത് നമുക്ക് റിപ്ലൈ കൊടുത്ത് ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ പിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് അത് കാണാൻ പറ്റും. അതായത് നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവിടെ നമ്മുടെ ചാനലിൽ വന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഇതിലില്ല. പിന്നെ അടുത്തത് കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റ് ആണ്. നമ്മുടെ ടോപ്പ് കമൻറ്റേഴ്സിൻ്റെ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലങ്ങനെ കമൻസ് ഒന്നും ഒത്തിരി വന്നിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ ടോപ്പ് കമൻറ്റേഴ്സ് ആരും ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ വീഡിയോസും ഇടാറില്ല. പിന്നെ ഏണ്ട ഭാഗത്ത് എന്തൊക്കെയാണ് ഉള്ളത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടതെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ എന്തൊക്കെ വേണം, എന്ത് വീഡിയോസാണ് വേണ്ടിയെന്നും എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണേ. എന്ത് തീം ചാനൽ വേണമെന്നോട് പറയാം. അപ്പോൾ ബൈ.